ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആക്ച്വലി അത്ര ഹാപ്പി അല്ല കേട്ടോ. ഇസുന് രാവിലെ സുഖമില്ല. ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ, ഡയറി ആണെന്ന് തോന്നുന്നു. ഇസു വൊമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് മുന്നേ ലൂസ് മോഷൻ അങ്ങനെയൊക്കെ കുറച്ച് സീനാണ്. ആക്ച്വലി ഞങ്ങൾ എറണാകുളത്താണുള്ളത്. ഞങ്ങൾ രാത്രി ഇന്നലെ എറണാകുളത്തെത്തി. എന്നിട്ട് ഇസുവിനെ ഇപ്പം ഫസ്റ്റ് ക്ലിനിക്കിലോട്ട് കൊണ്ടുപോകാം, ക്ലിനിക്കിൽ കാണിക്കാമെന്നുള്ള പരിപാടിയിലാണ്. ഇസുവിന് മിൽക്ക് കുറച്ച് കുടിപ്പിച്ചിട്ട് ഇങ്ങനെ കിടത്തിയേക്കും എൻ്റെ തോളിൽ. അല്ലാതെ കിടത്തിയാൽ ചിലപ്പം അവളിങ്ങനെ വോമിറ്റ് ആക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ എൻ്റെ ചെറിയൊരു സൺസ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലിനിക്കിൽ കാണിക്കും ഇസുവിനെ. വൈ എറണാകുളം വൈ കൊച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കാത്തൊരു കല്യാണത്തിന് പോകാൻ കേട്ടോ. അതെ, ഇത് റൗഫിൻ്റെയും ഷാനിൻ്റെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം. അപ്പം നാട്ടിൽ വന്നിട്ടൊരു കല്യാണം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം. സദ്യയാണ് ഫുഡ്. അപ്പോൾ വെച്ചാൽ ഓക്കെ പോയിട്ട് വരാം. പാലക്കാട് വെച്ചാണ് കല്യാണം. അപ്പോൾ നമ്മൾ വിചാരിച്ച് എറണാകുളത്ത് വന്നൊരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങളിവിടെ എറണാകുളത്ത് എത്തിയതാണ്. ഇന്നലെ വെളുപ്പിനായി കേട്ടോ. എത്തിയപ്പോഴത്തേനും ഒരു 2:30, 3 o'clock ആയി, ഏർലി മോർണിംഗ്. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞാൽ വൈഫിനെയും ഇൻക്ലൂഡഡ് ആണെന്നാണല്ലോ, ഇറ്റ്സ് എ ഫാമിലി. അപ്പം അങ്ങനെ മിഞ്ചിയുണ്ട് ഞങ്ങളെല്ലാവരും വന്നതാണ്. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. സ്വാഗതം. ഞങ്ങളിവിടെ അടുത്തൊരു സോഷ്യൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. വെജാണ്. ദോശ, ഇഡ്ഡലിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇഡ്ഡലി ഇല്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ ദോശയോ അങ്ങനെ വെജ് എന്തെങ്കിലും കഴിക്കാനായിട്ട്, അല്ല ഇസു ദോശ കഴിക്കണേ, അത് കഴിഞ്ഞിട്ട് കഴിക്കണം എന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. ഇസു ഇന്നലെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചായിരുന്നു. മേ ബി അതായിരിക്കാം റീസൺ. ഇവിടെ UK ജനിക്കുന്ന കുട്ടികൾക്ക് മലേറിയ അതുപോലെ തന്നെ ടൈഫോയിഡ് പോലെയുള്ള ഇതിനൊന്നും വാക്സിനേറ്റഡ് അല്ല. അപ്പോൾ ഞാൻ കഴിവതും നാട്ടിൽ വരുമ്പോൾ അവർക്ക് മിനറൽ വാട്ടറിൻ്റെ ഇത് തന്നെയാണ് പുറത്തുനിന്ന് കൊടുക്കാറ്. അപ്പോൾ ഇന്നലെ ജ്യൂസ് അടിക്കാൻ മിനറൽ വാട്ടർ തന്നെയാണ് പ്രിഫർ ചെയ്തത്. ബട്ട് എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയില്ല. എൻ്റെ മൈക്കിന് എന്തോ പറ്റിയത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ റിയലൈസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ടോക്കൺ വിളിക്കുമ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഫുഡ് എടുത്തിട്ട് വരണം കേട്ടോ. കാരണം റൗഫ് അത് സെർവ് ചെയ്യുവാണ്. ഇസു ഈസ് വെരി എക്സൈറ്റഡ് ഫോർ ദ ദോശ ആൻഡ് ഇഡ്ഡലി. ഇസുവിന് സുഖമില്ല, എന്നാലും ഷീ ഈസ് ഓക്കെ. അപ്പം നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി ഹോസ്പിറ്റലിലേക്ക് കാണിക്കാനുള്ള പ്ലാനിലാണ്. ഞങ്ങളിതാ റെഡിയായി. ഇസുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി. ഇസുവിനെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല, ഇസു ഓക്കെയാണ്. ഇസു ദോശയൊക്കെ കഴിച്ചു. അപ്പം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വീണ്ടും വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ കാണിക്കാമെന്നുള്ള പ്ലാനിലിരിക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ നാച്ചുറൽസിലോട്ട് പോവാം. ഇസുവിൻ്റെ ഹെയർ കട്ട് ചെയ്യണം, എനിക്ക് ഹെയർ കട്ട് ചെയ്യണം. ഷാനു ഫ്രണ്ടുമായിട്ട് പുറത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ലുലുവിൽ പോകണം. ലുലുവിൽ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മുനെ കാണാൻ പോകുന്നുണ്ട്. ഇസു പാല് കുടിച്ച് നല്ല നോക്കാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഹെയർ കട്ട് ചെയ്യാനായിട്ട്
വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതായത് ഈസുവിൻ്റെ ബാക്കിൽ ഞാൻ എന്താ വീഡിയോ ഇട്ട് കൊടുത്ത് കാർട്ടൂൺ ഇട്ട് കൊടുത്ത് പെട്ടെന്നൊന്ന് സെറ്റിൽ ചെയ്തിട്ട് മിഞ്ചിയും വേറെ റൂമിലാണ്, അവളും എന്താണ് ഹെയർ കട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഹെയർ ഫുള്ള് എനിക്ക് എപ്പോഴും ലോങ് ഹെയർ ആകുമ്പോൾ ഷോർട്ട് ഹെയർ ആക്കാൻ തോന്നും, ഷോർട്ട് ഹെയർ ആകുമ്പോൾ ലോങ് ഹെയർ നല്ലതെന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ട്രിമ്മ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്താ ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഇസുവിന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടായിരിക്കും കേട്ടോ. ഇസുതാ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിൽ ആ ചെയറിൽ ഇസു കാർട്ടൂൺ കണ്ട അവിടെ ഇരിപ്പുണ്ട്. ഇനി ഇസുവിനെ ഹെയർ കട്ട് ചെയ്യണം. ഇസുവിനെ ഹെയർ കട്ട് ചെയ്യുന്ന പള്ളിയിൽ പോയേക്കാം, ഇപ്പോൾ വരും. എന്നിട്ട് ഇസുവിനെ ഹെയർ കട്ട് ചെയ്യണം. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഹെയർ കളർ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാ വർഷവും എനിക്ക് ലോങ് ഹെയർ ആകുമ്പോൾ ഞാൻ ഷോർട്ട് ചെയ്യും. അത് എല്ലാ വർഷവും ഞാൻ ചെയ്തു വരുന്നൊരു പരിപാടി. അപ്പം ഇപ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എൻ്റെ മൈൻഡ് മാറരുത്, ഞാൻ ഷോർട്ട് ഹെയർ ആക്കൂല. അങ്ങനെ ഞാൻ ജസ്റ്റ് സൈഡ് ഇതാക്കി ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഓക്കെ സാറ്റിസ്ഫാക്ഷൻ ആകുമല്ലോ. അപ്പം ഞാൻ വെച്ചാൽ കളർ ചെയ്യാമെന്ന്. സോ ഞാൻ ഇതുവരെ കളർ ചെയ്തിട്ടില്ല എൻ്റെ ഹെയർ. ഫസ്റ്റ് ടൈമാണ് കളർ ചെയ്യാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ഇസുവിന് ഹെയർ കട്ട് ചെയ്തിട്ട് മിഞ്ചി ഇത് അപ്പുറത്തെ റൂമിലാട്ടോ, അവളുടേതും കഴിയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഹെയർ കളർ ചെയ്യും. കാരണം ഇപ്പോൾ ഇസുവിന് ഒരുപാട് നേരം അവിടെ ഇങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ എൻ്റെ ന്യൂ ലുക്ക്? കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇസു എന്ത് കാണുവാ, എന്ത് ചെയ്യുവാ? എങ്ങനെയുണ്ട് ഉമ്മയുടെ ഹെയർ? എങ്ങനെയുണ്ട്? ഉമ്മയുടെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? നോക്ക്, ലുക്ക് അറ്റ് ഹിയർ. എന്താ കഴിക്കുന്ന ഇസ? സ്ട്രോബെറിയാ? നൈസ്. ഇഷു ഹെയർ കട്ടാക്കാൻ പോവാണോ? ഇഷു ഹെയർ ഷേപ്പ് ചെയ്ത് ഹെയർ കട്ടാക്കാൻ പോവാ. ഇസുവിന് ഞങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ ഹെയർ ഫുള്ളായിട്ട് അതും ട്രിം ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് നമ്മൾ എന്താ പറയുക, ഷേവ് ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ലോങ് ഹെയർ ആണ് ഇഷ്ടം ഇസുവിനെ വളർത്താനായിട്ട്. ഇടയ്ക്ക് ഞങ്ങൾ വിചാരിക്കും കട്ട് ചെയ്താലോ ചെറുതാക്കിയാലോ വിചാരിക്കും. പിന്നെ വിചാരിക്കും വേണ്ട, ലോങ് ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും അവർക്ക് കുറച്ച് ഫിഞ്ചസൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ട്രിമ്മ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹൗ ക്യൂട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഹെയർ കട്ട്, ഹെയറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാനായിട്ട്. ഇവളുടെ കാർട്ടൂൺ ഇട്ട് കൊടുത്ത് മിണ്ടാതെ ഇരുത്തിയിരിക്കുവാണ്. അവൾ കുറച്ച് കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇസ അങ്ങനെ ഇസുവിൻ്റെതാ ഫൈനൽ ലുക്ക്. സുന്ദരിയായോ? ഇറ്റ്സ് ഹൗ ക്യൂട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രിം ചെയ്ത് ഫിഞ്ചസൊക്കെ കട്ട് ചെയ്തിട്ട് അവർ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നുണ്ട്. സെറ്റ് ചെയ്തപ്പോൾ എന്ത് രസമാണെന്ന് അറിയാമോ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഹെയർ കട്ട് കഴിഞ്ഞ് നേരെ പാരഗണിലേക്ക് വന്നിട്ട് ഫസ്റ്റ് MRL പോകാനുള്ള പ്ലാനായിരുന്നു. പിന്നെ അത് പാരഗണാക്കി. നാട്ടിൽ വന്നപ്പോൾ തൊട്ട് മട്ടൻ ബിരിയാണി പാരഗണിൽ അല്ലെങ്കിൽ MRL മട്ടൻ ബിരിയാണി ഭയങ്കര പ്രിഫറൻസ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഓർഡർ കൊടുത്തപ്പോഴേക്കും മട്ടൻ ബിരിയാണി കഴിഞ്ഞു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു മട്ടൻ ബിരിയാണി എങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അറ്റ് ലാസ്റ്റ് ഫൈനലി അവർ വന്നിട്ട് പറഞ്ഞു ഒരു 1.5 മട്ടൻ ബിരിയാണി ഉണ്ട് മാം, നിങ്ങൾക്ക് ഞാനത് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും റോഫും ഇഞ്ചിയും കൂടെ ആ മട്ടൻ ബിരിയാണി ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈയും ബാക്കി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാട്ടിലെ മട്ടൻ വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് അവിടെ UK ഇത്ര നല്ല മട്ടൻ കിട്ടത്തില്ല, ലാമ്പും ഷീപ്പും ആണല്ലോ കിട്ടുന്നത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മട്ടൻ്റെ ഐറ്റംസും മട്ടൻ ബിരിയാണിയൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. മുന്നേ ഞാൻ മട്ടൻ്റെ ഒരാളേ അല്ലായിരുന്നു, പക്ഷേ UK പോയതിനു ശേഷമാണ് മട്ടൻ ഇത്രയും ഇഷ്ടമായി തുടങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ വന്നത് അമ്മുവിനെ കാണാനായിട്ടാണ് കേട്ടോ. അമ്മു എൻ്റെ കോളേജ് മേറ്റാണ്. കോളേജിൽ അതായത് ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഞങ്ങളൊരു 7 പേരുള്ള. അപ്പോൾ അതിൽ ഒരാളാണ് അമ്മു.
ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ആഫ്റ്റർ 3 years or 4 years. അതായത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കുട്ടികളുണ്ടായതിനു ശേഷം ഞങ്ങൾ ഇന്നാണ് കാണുന്നത്. പിന്നെ ഒരുപാട് നാളായി ഞങ്ങൾ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് അമ്മൂൻ്റെ മോള്. കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ ഞങ്ങൾ പാലക്കാടേക്ക് വിടുവാണ്. കുറച്ച് നേരം ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് നല്ല കരിക്ക് കണ്ടിട്ട്, അങ്ങനെ കരിക്ക് കണ്ടിട്ട് ഇറങ്ങിയതല്ല, ആക്ച്വലി നിർത്തി. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അപ്പോഴേക്കും നമ്മൾ നല്ല കരിക്ക് കണ്ടു. അങ്ങനെ ഈസുവിന് കരിക്ക് വാങ്ങി കൊടുക്കണം കേട്ടോ. വാങ്ങിയത് വെറുതെയാണ്, ഈസു അങ്ങനെ കുടിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങളത് എൻജോയ് ചെയ്ത് കുടിച്ചു. പക്ഷേ എൻജോയ് ചെയ്യാനൊന്നും അത്ര കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു കരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുറത്ത് തന്നെ ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചായയും പൊരിപ്പും ഒക്കെ വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പാലക്കാടേക്ക് യാത്ര തുടർന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ എന്താണ് ഫ്രണ്ടിൽ ഓടുന്നതെന്ന്. അതെ, ആഫ്റ്റർ ബിക്കമിങ് മോം ആൻഡ് ഡാഡ് ഞങ്ങൾക്ക് ഇത് യൂഷ്വലാണ്. പക്ഷേ റൗഫിന് മിഞ്ചിക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഈസ് കുറേ നേരം കാർട്ടൂണൊക്കെ കണ്ടിരുന്നു. ഞങ്ങളൊരു ലേറ്റ് നൈറ്റ് ട്രാവലൊക്കെ ചെയ്ത് പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ലേറ്റ് നൈറ്റോട് കൂടി പാലക്കാട് എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ പാലക്കാട് കല്യാണ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഈ നാളത്തെ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.